Good morning, my dear students. Welcome to another class on theatre studies. So, last class നിങ്ങൾ ഗ്രീക്ക് തിയേറ്റർ അല്ലെങ്കിൽ ഗ്രീക്ക് ഡ്രാമയുടെ ഒറിജിൻ എങ്ങനെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രജേഡിയൻസ് ആരൊക്കെയാണ്, കൊമേഡിയൻ ആരാണ്, എങ്ങനെയാണ് ഡ്രാമ ഗ്രീസിൽ ഉത്ഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത്. Today I want to take you to the world of Greek theatre to learn its structure and physical features. അപ്പോൾ ഗ്രീക്ക് തിയേറ്ററിൻ്റെ സ്ട്രക്ചറും ഫിസിക്കൽ ഫീച്ചേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. So, one speciality of Greek theatre was that it had a huge size, monstrous size ആയിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. So, huge size was the most important physical feature of the Greek theatre. Greek theatre was also called amphitheatre, but let me come to the point next. അപ്പോൾ Greek theatres were very large. It was open air. They were open air structures and they were usually built on the slopes of hills. മലഞ്ചെരുവുകളിലൊക്കെ ഒരു ടെമ്പററി സ്ട്രക്ചർ ആയിട്ടായിരുന്നു ആദ്യം ഗ്രീക്ക് തിയേറ്റർ നിർമ്മിച്ചിരുന്നത്. അതായത് പലകയൊക്കെ വെച്ചിട്ട് സീറ്റിംഗ് നിർമ്മിക്കും ഈ മലഞ്ചെരുവുകളിലൊക്കെ. അപ്പോൾ വാലിയിലായിട്ട് പെർഫോമൻസ് നടക്കും. ഹിൽസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആൾക്കാർ പലകയൊക്കെ അടിച്ച് നമ്മൾ സർക്കസിനൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുന്നത് പോലത്തെ ഒരു സീറ്റിംഗ് ആയിരുന്നു, ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. ഇറ്റ് ഹാഡ് ഹ്യൂജ് സൈസ് ഫോർ it could seat almost 15,000 people at one time. 15,000 പേർക്ക് ഒരേ സമയത്ത് നാടകം കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഗ്രീക്ക് തിയേറ്റർ നിർമ്മിച്ചിരുന്നത്. അപ്പം ആദ്യം ഇതുപോലെ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് വന്നു. These pictures I have shown you, these are pictures of actual Greek theatre structures. Later they were built with stone. കല്ല് കൊണ്ടൊക്കെ കൊത്തി ഉണ്ടാക്കാൻ തുടങ്ങി സീറ്റിങ്സ്. So, the first point is Greek theatre had huge size. Let's go to the second point now. Amphitheatre. ഇപ്പോൾ ഗ്രീക്ക് തിയേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആംഫി തിയാട്രിക്കൽ സെറ്റിംഗ് ആണ്. ആംഫി തിയേറ്റർ മീൻസ് കേർവ്ഡ് സെമി സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ലൈക്ക് എ സ്റ്റേഡിയം. ഒരു സ്റ്റേഡിയത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഒരു കേർവ്ഡ് സെമി സർക്കുലർ ആയിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അതിനാണ് നമ്മൾ ആംഫി തിയേറ്റർ എന്ന് പറയുന്നത്. Again, these were built into hillsides with a rising row of seats. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു റോ ഓഫ് സീറ്റ്സ് ആണ്. സോ ദാറ്റ് ദ പേഴ്സൺ സിറ്റിംഗ് അറ്റ് ദ ബാക്ക്, his vision won't be obscured by the person sitting in the front. And it could accommodate more than 14,000 people. As I mentioned, almost 15,000 people could sit and watch a drama, a play at one time. And there were no microphones and all. Why? Because there were no provisions for mics. അന്ന് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവർ വാലിയിൽ നിന്ന് സംസാരിക്കുന്ന ഇവരുടെ ശബ്ദം ഈ കുന്നുകളിലൊക്കെ തട്ടി എക്കോ അടിക്കുമായിരുന്നു ചെറിയ രീതിയിൽ. സോ ദ ഹിൽസ് എക്കോഡ് ദി ആക്ടേഴ്സ് വോയിസസ്. അപ്പോൾ അങ്ങനെയാണ് ഈ 15,000 പേർക്കും ഇത് കേൾക്കാൻ കഴിയുന്നത്. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ലെറ്റ് മീ ഡിസ്കസ് ദ കോമ്പണൻസ് ഓഫ് ദ തിയേറ്റർ. തിയേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. First of all, let me introduce you to auditorium. Auditorium means the area between stage and seats. അപ്പം ഇതാണ് സീറ്റ്സ്, ഇവിടെ കാണുന്നതാണ് സീറ്റ്സ്. ഇതാണ് മെയിൻ സ്റ്റേജ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഏരിയ, ഈ ഒരു കേർവ്ഡ് ഏരിയ ആണ് നമ്മൾ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. സോ ഓഡിറ്റോറിയം ഇസ് ദി ഏരിയ ബിറ്റ്വീൻ ദ സ്റ്റേജ് ആൻഡ് സീറ്റ്സ്. നെക്സ്റ്റ് ഇസ് cave or theatron. Theatron means the approximately semicircular bank of seating. ഈ ഒരു സീറ്റിംഗ് ഇല്ലേ, സെമി സർക്കുലർ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ദാറ്റ് ഇസ് കോൾഡ് theatron. Okay. Next is diazoma. Diazoma means horizontal walkways between tiers of seats. ഈ സീറ്റിൻ്റെ ഇടയ്ക്കായിട്ട് നടക്കാനുള്ള ചില നടപ്പാതകളുണ്ട്, അതിനാണ് നമ്മൾ ഡയസോമ എന്ന് പറയുന്നത്. Then comes paradoy. Paradoy, ഇവിടെ പാരഡോസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പാരഡോസ് സിംഗുലർ ആണ്, പാരഡോയ് വരുമ്പോഴത്തേക്ക് പ്ലൂറൽ ആണ്. പാരഡോയ് മീൻസ് these are monumental passageways and gateway entrance on each side of the auditorium. So as I mentioned, auditorium is the space between seat and stage.
സീറ്റും സ്റ്റേജിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേസ്, ഒരു എൻട്രൻസ് കാണും, ഓർ എ പാസേജ് വേ. ദാറ്റ് പാസേജ് വേ ഇസ് കോൾഡ് പാരഡോസ് ഓർ പാരഡോയ്. ദ നെക്സ്റ്റ് എലമെന്റ് ഇസ് സ്റ്റേജ്. സ്റ്റേജ് ആണ് അടുത്ത എലമെന്റ്. നമുക്ക് നോക്കാം സ്റ്റേജ് എങ്ങനെയാണെന്ന്. ഇതാണ് ഒരു റെക്ടാങ്കുലർ സ്ട്രക്ചറാണ് സ്റ്റേജ്. This is a raised platform, an elevated platform, and plays were actually performed on this elevated platform, usually rectangular in shape. So that is called the stage. Next, let's discuss about orchestra. Now, in front of the stage, below the stage, സ്റ്റേജിന് മുന്നിലായിട്ട് ഓഡിയൻസിൻ്റെ, അതായത് ഈ സീറ്റിൻ്റെയും സ്റ്റേജിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു സർക്കുലർ സ്ട്രക്ചർ ഉണ്ട്, ഒരു സർക്കുലർ സ്പേസ് ഉണ്ട്. അതിനാണ് ഓർക്കസ്ട്ര എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ സീ where orchestra is on this diagram, that is where the chorus danced and sang. But chorus, I already mentioned what chorus is. A group of singers will be there in any Greek play. They will sing and they will introduce the play. They will interact with the characters, other actors and all. ആ കോറസ് നിന്നിരുന്നത് ഇവിടെയായിരുന്നു, ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഓർക്കസ്ട്ര വരുന്നത് സ്റ്റേജിന്റെ മുന്നിലായിട്ട്, ഓഡിയൻസിന്റെയും സ്റ്റേജിന്റെയും ഇടയ്ക്കായിട്ടാണ് ഓർക്കസ്ട്ര വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സ്കീനെ. സ്കീനെ, SKENE, സ്കീനെ. ഈ വാക്കിൽ നിന്നാണ് പിന്നീട് സീൻ എന്ന് പറഞ്ഞ വാക്ക് വന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, ഇനി സ്കീനെ, വാട്ട് ഇസ് സ്കീനെ? സോ ബിഹൈൻഡ് ദ സ്റ്റേജ്, ആക്ടിംഗ് ഏരിയയ്ക്ക് പുറകിലായിട്ട് ദർ വിൽ ബി എ ലോ റെക്ടാങ്കുലർ ബിൽഡിംഗ്. ഓക്കെ, ഒരു ചെറിയൊരു റെക്ടാങ്കുലർ ഷേപ്ഡ് ബിൽഡിംഗ് ഉണ്ടാവും. ഈ ബിൽഡിങ്ങിൽ ഒരുപാട് പാസേജസ്, രണ്ട് സൈഡിലും പാസേജസ്, അതായത് വാതിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ വാതിലിലൂടെയാണ് ആക്ടേഴ്സ് സ്റ്റേജിൽ എൻ്റർ ചെയ്യുന്നത്. സോ ആക്ടേഴ്സ് എൻറ്റേർഡ് ദ സ്റ്റേജ് ഫ്രം ദിസ് ബിൽഡിംഗ് and they also exit into the stage. ഈ ബിൽഡിങ്ങിനകത്ത് എന്തായിരിക്കും? ദിസ് ബിൽഡിംഗ്, it was actually called സ്കീനെ. ഈ ബിൽഡിങ്ങിനകത്ത് മെയിൻ ആയിട്ടും ഒരു ഡ്രസ്സിംഗ് റൂമാണ്, ആക്ടേഴ്സിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഒരു ഡ്രസ്സിംഗ് റൂമാണ്. പിന്നെ അതിന് മുന്നിലായിട്ട് ഒരു സീനിക് ബാക്ക്ഗ്രൗണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് സ്കീനെ ഒരു റെക്ടാങ്കുലർ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ആക്ടേഴ്സ് ഇരിക്കുന്നതിന്റെ തൊട്ട് പുറകിലായിട്ട് സ്കീനയുടെ ഒരു വാൾ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദിസ് വാൾ വിൽ ബി പെയിന്റഡ് വിത്ത് എ സീനിക് ബാക്ക്ഗ്രൗണ്ട്, യൂഷ്വലി പെയിന്റഡ് ടു റെപ്രസെന്റ് എ പാലസ് ഓർ എ ടെമ്പിൾ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഗ്രീക്ക് പ്ലേസ് ഹാപ്പൻഡ് ഇൻ പാലസസ് ഓർ ടെമ്പിൾസ്. അതുകൊണ്ട് തന്നെ പാലസിന്റെയും ടെമ്പിളിന്റെയും ഒരു മാതൃക സ്കീനയുടെ ഒരു വാളിലായിട്ട് വരച്ചിട്ടുണ്ടാവും. So in Greek tragedy they did not have constant shifting of scenes. ഇപ്പൊ നമ്മൾ കാണുന്ന നാടകത്തിൽ ഒരു സീൻ ഇപ്പൊ ഗ്രൗണ്ടിലാണെങ്കിൽ അടുത്ത സീൻ വീടിനകത്ത് ബെഡ്റൂമിലോ മറ്റോ ആയിരിക്കും. അങ്ങനെ സീൻ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇപ്പോഴത്തെ നാടകങ്ങളിലുണ്ടെങ്കിലും ഗ്രീക്ക് ഡ്രാമയിൽ അതില്ലായിരുന്നു. നാടകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സീനിൽ തന്നെ ആയിരിക്കും മുഴുവൻ സംഭവങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീൻ മാറ്റിയിടേണ്ട ഒരു കാര്യം വരുന്നില്ല. So tragedy did not permit the constant shifting of scenes. So the scene set for a play remained the same throughout. അടുത്ത ഒരു എലമെന്റ് ആണ് പ്രൊസ്കീനിയൻ. പ്രൊസ്കീനിയൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം സപ്പോർട്ടഡ് ബൈ കോളംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കീനെ. അതായത് സ്കീനെ നമ്മൾ പറഞ്ഞു ഒരു ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. ആ ബിൽഡിങ്ങിന്റെ തൊട്ട് മുന്നിലായിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ രണ്ട് സൈഡിലായിട്ട് വലിയ രണ്ട് പില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. രണ്ട് പില്ലറൊക്കെ തൂണൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആദ്യമൊക്കെ ഇത് ഡെക്കറേറ്റീവ് ആയിട്ടായിരുന്നു, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ സെക്കൻഡ് ഹയർ സ്റ്റേജ്, കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേജിന്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് എ പ്ലേസ് ഇൻ വിച്ച് ദ കിങ് സിറ്റ്സ്, സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് സ്പേസ്. ഒരു ഹയർ സ്റ്റേജ് ആയിട്ട് പ്രൊസ്കീനിയം യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ദീസ് ആർ ദ കോമ്പണൻസ് ഓഫ് ദ തിയേറ്റർ. ഓഡിറ്റോറിയം, that is the area between stage and seats. Then theatron. Theatron is where the people sit. This is a semicircular bank of seating. Diazoma, the walkway between seats. Paradoi is a passageway or a gateway entrance between auditorium and
Uh, and stage. Stage is an elevated platform on which plays were performed. Orchestra is a circular structure between the audience and the stage, where the chorus danced and sang. Skene is a low rectangular building behind the stage. It functioned as a dressing room, and in front of the skene, a scenic background was painted. Proscenium is a second higher stage. It occurs just in front of the skene, and it was supported by columns or pillars. So that these are the components of Greek theatre. Another important feature of Greek drama, Greek theatre, was that uh, about acting, number of actors. So maximum three number of actors could appear on stage at one time in Greek tragedy. ഗ്രീക്ക് ട്രാജഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് മൂന്ന് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മൂന്ന് ആക്ടേഴ്സ് മാത്രമേ സ്റ്റേജിൽ ഒരു സമയത്ത് കാണാറുള്ളൂ. ലുക്ക് അറ്റ് ദിസ്, only three actors at one time on the stage. അപ്പോൾ ഈ ആക്ടേഴ്സ് മെയിൻ ആയിട്ടും ഗ്രീക്ക് ഡ്രാമയിലെ ആക്ടേഴ്സ് they were amateurs, they were not professionals, they were amateurs. And another speciality about acting was everything was a little too excessive. കുറച്ച് ഓവറായിട്ടാണ് ഇവരുടെ ജെസ്റ്റേഴ്സും അഭിനയവും ഒക്കെ. കാരണം ഇവർ വളരെ ഗ്രാൻഡ് ആയിട്ട് ഇവർ ജെസ്റ്റർ ചെയ്യേണ്ടി വരും, ബിക്കോസ് ദി ഓഡിയൻസ് കംപ്രൈസ്ഡ് ഓഫ് 15,000 പീപ്പിൾ. സോ വാട്ട് ദേ ആർ ആക്ടിങ് ഷുഡ് ബി കൺവേഡ് ടു ഓൾ ദീസ് പീപ്പിൾ. ഇവർ അഭിനയിക്കുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും 15,000 പേരിൽ എത്തണം. അപ്പൊ അതിനുവേണ്ടി ഇവർ ചെറിയ കാര്യങ്ങൾ പോലും കുറച്ച് ഓവറായിട്ട് ഗ്രാൻഡ് ആയിട്ട് അഭിനയിച്ച് കാണിക്കണം. സോ that is why they had to gesture grandly. So the acting was a little over the top in Greek theatre. So that is a speciality. Number of actors were limited to 3 at a particular time on the stage. Actors were amateurs, not professionals, and they gestured grandly. And the next point is the use of masks. ഇനി ആക്ടേഴ്സ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. കാരണം all the characters in Greek theatre, they used masks, and these are some examples of masks used in Greek theatre. Look at these masks. വളരെ എന്താ പറയുക, എക്സ്പ്രസീവ് ആയിട്ടുള്ള മാസ്കുകളാണ്. മൂഡ് മാറുന്നതനുസരിച്ച് മാസ്ക് ഒക്കെ നമുക്ക് വേണേലും മാറ്റാം. ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള മാസ്ക് ഉണ്ട്, ആൻഡ് വൺ ആക്ടർ ക്യാൻ ആക്ച്വലി പ്ലേ മോർ ദൻ വൺ റോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാസ്ക്സ്. ഒരു സീനിൽ ഞാൻ ഒരു മാസ്ക് വെച്ച് വരും, അടുത്ത സീനിൽ ഞാൻ വേറൊരു ക്യാരക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ആക്ച്വലി പുട്ട് ഓൺ അനദർ മാസ്ക്. And then women were not allowed to act in Greek theatre. So women's roles were also played by male actors using appropriate masks. അപ്പോൾ അവർക്ക് വേണ്ടി ഉചിതമായിട്ടുള്ള മാസ്ക് ഉപയോഗിച്ച്, കണ്ടോ, ദിസ് ഇസ് എ വുമൻസ് മാസ്ക്, ലുക്സ് ലൈക്ക് എൻ ഓൾഡ് വുമൻ, റൈറ്റ്? Okay, so women's roles were also played by male actors. Then മാസ്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാസ്കിന് ഒരു മൗത്ത് പീസ് ഉണ്ടാവും. Look at all these masks. The mouth piece is actually made in such a way that the actor's voice will be magnified or amplified, like he is using a megaphone. ഒരു മെഗഫോൺ യൂസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു കുഴൽ പോലെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇരിക്കുന്നത്, ഈ മാസ്കിന്റെ മൗത്ത് പീസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ആംപ്ലിഫൈഡ് ആയിട്ട്, ഇവരുടെ ശബ്ദം കുറച്ച് കൂട്ടി കേൾക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ആ ഒരു രീതിയിലായിരുന്നു മാസ്കിന്റെ സ്ട്രക്ചർ. Then masks were also very large and varied to suit the different characters. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മാസ്കുകൾ ഉണ്ടായിരുന്നു. ആൻഡ് മാസ്ക്സ് were very large and heavy. വളരെ ഹെവി ആയിട്ടുള്ള മാസ്കുകളുമായിരുന്നു അന്ന് ആ കാലത്ത് യൂസ് ചെയ്തത്. ആൻഡ് മേ ബി ദാറ്റ് ഇസ് another reason why women were not allowed, because the costume itself was very heavy and it took a lot of strength and effort to carry it off on Greek stage. So that was the fifth point, use of masks. And the sixth point was another aspect of costumes. Costumes in a veroru aspect aanu. These actors, they wore high wooden shoes.
ഓക്കെ, ഇതുപോലെ ഹൈ വുഡൻ ഷൂസ് ഒക്കെ ഇട്ടാണ് ഇവര് സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അഗൈൻ there were about 15,000 people in the audience. Everyone has to see them. So they should be actually larger than life size. ഇവരുടെ സൈസ് കുറച്ചും കൂടെ ആംപ്ലിഫൈഡ് ആയിട്ട് കാണിക്കണം, മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കണം. അതിനു വേണ്ടി ഇവർക്ക് പൊക്കം കൂടാൻ വേണ്ടിയിട്ട് they wore high wooden shoes like this. It was also very heavy. വുഡൻ ഷൂസ് ഭയങ്കര ഹെവി ആയിരുന്നു. they also wore പാഡഡ് കോസ്റ്റ്യൂംസ് ആണെങ്കിൽ തന്നെ ഇവരുടെ കുറച്ച് സൈസ് ഒക്കെ കൂടി കാണിക്കാൻ വേണ്ടി they wore പാഡഡ് കോസ്റ്റ്യൂംസ് ഇൻ ഗ്രീക്ക് തിയേറ്റർ. അപ്പോൾ ഇത് പാഡഡ് കോസ്റ്റ്യൂംസ്, വുഡൻ ഷൂസ്, ലാർജ് മാസ്ക്സ്. സോ all these actually projected the characters as larger than life figures. അപ്പൊ ഈ നാടകങ്ങൾ പ്രധാനമായിട്ടും ദൈവങ്ങളെ പറ്റിയും ഹീറോസിനെ പറ്റിയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇവര് സാധാരണ ആൾക്കാരുടെ സൈസിലുള്ള ആൾക്കാരാവരുത്, അതിനു വേണ്ടി കൂടെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഗ്രീക്ക് തിയേറ്ററിൽ ഇൻവോൾവ് ചെയ്തിരുന്നത്. ദെൻ because of this mask and shoes and padded costumes and all, their movement was restricted because it's very heavy to carry off all these things. So they couldn't move freely. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാസ്ക് വെക്കുന്നതുകൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതുപോലെ അഭിനയിക്കുന്ന സമയത്ത് വോയിസ് മോഡുലേഷൻ ഒക്കെ ഇപ്പൊ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലാന്ന്. ബിക്കോസ് their face is not seen, there is no microphone, so nobody was able to pick up these minute changes in voice. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ജെസ്റ്റേഴ്സിനൊന്നും തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ബിക്കോസ് they were using all these heavy costume and props and all. they also had to gesture very grandly. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ജെസ്റ്റേഴ്സ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ മാത്രമേ ഈ 15,000 പേർക്ക് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ ദ ഡ്രാമറ്റിസ്റ്റ് ഹാഡ് മെനി റെസ്പോൺസിബിലിറ്റീസ്. ലൈക്ക് he had to compensate for all these deficiencies. ഈ വോയിസ് മോഡുലേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊന്നും ഇടാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ സങ്കടം വരുവാണെങ്കിൽ അത് സങ്കടം വരുവാണ് എന്ന് ഡയലോഗിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രാമറ്റിസ്റ്റ് ശ്രമിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഇമോഷൻസും ഡയലോഗ്സിലൂടെ he had to rely entirely on the language. സോ ഗ്രീക്ക് പ്ലേസിൽ നമുക്ക് ഒരുപാട് ഇംപാഷൻഡ് ആയിട്ടുള്ള സ്പീച്ചസ് കാണാൻ പറ്റും. ദർ ഇസ് നോട്ട് എ ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ഷൻ ബിക്കോസ് ദേ വർ റെസ്ട്രിക്റ്റഡ് ബൈ ദിസ് ഹെവി കോസ്റ്റ്യൂംസ്. സോ ദർ വാസ് നോട്ട് എ ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ഷൻ, ബട്ട് ദർ വർ മെനി ഇംപാഷൻഡ് സ്പീച്ചസ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്പീച്ചസ് ഗ്രീക്ക് ഡ്രാമയിൽ ഉണ്ടായിരുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. Now let's move on to the next important feature of Greek theatre. They also used a lot of mechanical devices in Greek drama. Mechanical devices were sometimes used in Greek drama. For instance, ഒരു കഥയിൽ ഒരു ദൈവം ഇറങ്ങി വരുന്ന ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതുപോലെ ഒരു രീതിയിൽ ഈ സ്കീനെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, റൂഫിൽ നിന്ന് ദൈവത്തിനെ ഇങ്ങനെ കെട്ടിയിറക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സോ ദി അപ്പിയറൻസ്, ഇഫ് ദ സ്റ്റോറി റിക്വയർഡ് ദി അപ്പിയറൻസ് ഓഫ് എ ഗോഡ്, ദ ഗോഡ് വാസ് ലോവേർഡ് ഫ്രം ദ റൂഫ് ഓഫ് ദ സ്കീനെ. ഇനി വേറൊരു ഡിവൈസ് ഉണ്ട്, എക്കിക്ലീമ എന്നാണ് ഈ ഡിവൈസിന്റെ പേര്, എക്കിക്ലീമ. ഓക്കെ, എക്കിക്ലീമ വാസ് എ ഫേവറേറ്റ് തിയേട്രിക്കൽ ഡിവൈസ് യൂസ്ഡ് ഇൻ മെനി ഏൻഷ്യൻ ഗ്രീക്ക് ട്രാജഡീസ്. ഇതെന്താന്ന് വെച്ചാൽ ദർ വിൽ ബി എ കാർട്ട് ഹിഡൻ ബിഹൈൻഡ് ദ സീനറി. ഈ സ്കീനയുടെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു വണ്ടി, ഒരു ഉന്തുവണ്ടി, ഒരു കാർട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഇത് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് ഈ കാർട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരും ആളുകൾ. അതിനകത്തൊരു ഡെഡ് ബോഡിയോ അങ്ങനെ എന്തെങ്കിലും കാണും. ബിക്കോസ് വൺ തിങ് ഇൻ ഗ്രീക്ക് തിയേറ്റർ വാസ് ദേ നെവർ ഷോഡ് വയലൻസ് ഓൺ സ്റ്റേജ്. മേർഡർ, ബാറ്റിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സ്റ്റേജിൽ കാണിക്കില്ലായിരുന്നു. എല്ലാം ഓഫ് സ്റ്റേജ് നടക്കും. അതിനെപ്പറ്റി ഒരു മെസ്സഞ്ചർ വന്ന് നമുക്ക് പിന്നീട് പറഞ്ഞു തരും. സോ ഓൾ ദീസ് ഹാപ്പൻ ഓഫ് സ്റ്റേജ്. പിന്നെ അതിനൊരു പ്രൂഫായിട്ട് ഈ ഡെഡ് ബോഡി ഈ കാർട്ടിൽ വെച്ച് റോൾ ചെയ്തുകൊണ്ട് വരും. പിന്നെ സീൻ കഴിയുമ്പോഴത്തേക്ക് അത് ആരെങ്കിലും റോൾ ഔട്ട് ചെയ്തുകൊണ്ട് പോകും. കാരണം ഡെഡ് ബോഡിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. കാരണം അവിടെ ഗ്രീക്ക് തിയേറ്ററിന് വേറൊരു പ്രത്യേകത, അവിടെ കേർട്ടൻ ഇല്ല.
കേർട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്യും, ആൾക്കാർ എൻറ്റർ ചെയ്യുക എക്സിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യണമായിരുന്നു, ഞങ്ങൾ പോവുകയാണ് വരുവാണ് എന്നൊക്കെ പറയണമായിരുന്നു. അതാണ് ഗ്രീക്ക് തിയേറ്ററിന്റെ മറ്റൊരു പ്രത്യേകത. സോ they never allowed murders or other violent action to be performed on the stage. It all happened off stage. ഓഫ് സ്റ്റേജ് നടക്കും, എന്നിട്ട് ഇവർ എക്കിക്ലീമ എന്ന് പറഞ്ഞ കാർട്ടിൽ ഡെഡ് ബോഡി വെച്ച് ഉന്തിക്കൊണ്ട് വരുമായിരുന്നു. So this was because of the religious and ritual association of Greek drama, mainly because it happened during Dionysian festival, which is a very happy time. They did not want to portray violence on stage. Also religious ആയിട്ടുള്ള ആൾക്കാരായിരുന്നുകൊണ്ട് അവർക്ക് ഈ വയലൻസ് ഒന്ന് സ്റ്റേജിൽ കാണുന്നതിനോട് വലിയ യോജിപ്പില്ലായിരുന്നു. So that is why these devices were used. Gods were lowered from the skene and dead bodies were displayed on ekiklima, a cart hidden behind the scenery. So these were the mechanical devices that were used. And this brings us to the end of this class on Greek theatre. Let's just recap the elements. First of all, huge size. 15,000 people could be accommodated at one time. Amphitheatrical setting, curved semicircular seating arrangement like a stadium. Components of a theatre, we already discussed the different components like auditorium, theatron, diazoma, paradoi, stage, orchestra, skene and proscenium. Number of actors limited to 3. Acting in a കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു, grand gestures ആയിരുന്നു. Use of masks, we already mentioned about that. Different masks were used for different characters. One actor could play more than one character. Then mask and mouthpiece in the structure and it functioned as a megaphone. Then high wooden shoes were used to give them a larger than life size character. Padded costumes were also used. Therefore, movement was limited and a lot of impassioned speeches were included in the Greek plays. Mechanical devices like lowering gods from the skene and dead bodies being displayed on a cart called ekiklima were actually used in Greek tragedies or Greek plays. So that brings us to the end of this class. Thank you so much for your attention. I hope you really enjoyed and it was beneficial for you. Let me know what you think about it in comments, and subscribe to the channel without failure. If you enjoyed it, that is. So see you again in the next class. Thank you so much. Bye.